സമയം അർദ്ധരാത്രി പിന്നിട്ടു. കൂരിരുട്ട്, കോരിച്ചൊരിയുന്ന മഴ. പെട്ടെന്നാണ് തന്റെ മോൾക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടത്. എന്തു ചെയ്യണമെന്നറിയാതെ ആ മാതൃഹൃദയം ഒരു നിമിഷം പകച്ചു. കൂടുതൽ ആലോചിച്ചു നിന്നില്ല. ഒരു കയ്യിൽ കുടയും മറു കയ്യിൽ തന്റെ മോളെയും ചേർത്ത് പിടിച്ചിട്ട് ആ അമ്മ പുറത്തിറങ്ങി. നടന്ന് മെയിൻ റോഡിന്റെ വക്കിലെത്തി. കാണുന്ന വാഹനങ്ങൾക്കെല്ലാം കൈ കാണിക്കുന്നു. പക്ഷെ ആരും കണ്ട ഭാവം പോലും നടിച്ചില്ല. വീണ്ടും പ്രതീക്ഷയോടെ ചീറിപ്പാഞ്ഞുരുന്ന വാഹനങ്ങൾക്ക് നേരെ ആ അമ്മ കൈ കാണിക്കാൻ തുടങ്ങി. സമയം അർദ്ധരാത്രി കഴിഞ്ഞിട്ടുണ്ട്. മോൾക്ക് പ്രസവ വേദന കൂടിക്കൊണ്ടേയിരിക്കുന്നു. പ്രതീക്ഷയോടെ ഓരോ വാഹനങ്ങൾക്ക് കൈ കാണിക്കുമ്പോഴും വാഹനങ്ങൾ കണ്ട ഭാവം പോലും നടിക്കാതെ ചീറിപ്പാഞ്ഞു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷ കൈവിടുകയാണ്. മോൾക്ക് പ്രസവ വേദന കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ അമ്മ നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്നു. അങ്ങനെ അതാ ദൂരെ നിന്നും ഒരു വാഹനം വരുന്നു. പ്രതീക്ഷയോടെ കൈ കാണിച്ചു. ആ വാഹനം ആ അമ്മയുടെ അരികിൽ നിർത്തി. വെള്ള വസ്ത്രം ധരിച്ച 14-ാം രാവിന്റെ ചന്ദ്രൻ പൂർണ്ണ ശോഭയോടെ പുഞ്ചിരിച്ചു നിൽക്കുന്നത് പോലെ ഒരു മനുഷ്യൻ ആ കാറിൽ നിന്നും ഇറങ്ങി വന്നു. എന്തുപറ്റി? കാര്യം അന്വേഷിച്ചു. കാര്യം വിശദമായിട്ട് ആ അമ്മ പറഞ്ഞു കൊടുത്തു. ആ മനുഷ്യൻ ഡ്രൈവറോട് പറഞ്ഞു, ഇവരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം, സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ടെങ്കിൽ അതും ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് ആ അമ്മയെയും മോളെയും കാറിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി. നിങ്ങൾക്കറിയുമോ ഈ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അത് മറ്റാരുമായിരുന്നില്ല, പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ സ്നേഹവസന്തം, ഉറവ വറ്റാത്ത കാരുണ്യത്തിന്റെ മഹാസാഗരം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വിട പറഞ്ഞത് 2009 ഓഗസ്റ്റ് 1-നായിരുന്നു. അതെ, തങ്ങളില്ലാത്ത 16 ആണ്ടുകൾ കഴിഞ്ഞു കിടക്കുന്നു. ആ മഹാന്റെ ഹളറത്തേക്ക് ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്യുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി കൂടെ കൂടിക്കോളി, ഉപകാരപ്പെടും.